എല്ലാവർക്കും കഥാബുക്കിലേക്ക് സ്വാഗതം. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഞാൻ ഇന്നിവിടെ ഒരു കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് കഥയൊന്ന് കേട്ടു നോക്കിയാലോ? പണ്ട് ഒരു കാട്ടിൽ ഒരു വലിയൊരു മരമുണ്ടായിരുന്നു. ആ മരത്തിൽ ഒരു കുരുവിയും ഒരു കാക്കയും കൂട് കെട്ടിയിരുന്നു. കുരുവിയുടെ കൂട് വളരെ വലിയ കൂടായിരുന്നു. അതിന് നല്ല ഉറപ്പുണ്ട്. കാക്കയുടെ കൂടെ ചെറിയ കൂട്, അതിന് ഉറപ്പേ ഇല്ല. ഒരിക്കൽ ഒരു കാറ്റും മഴയും ഒക്കെ വന്നു. അപ്പോൾ കാക്കയുടെ കൂട് നശിച്ചു പോയി. കാക്കയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാക്കയ്ക്കൊരു ഉപായം തോന്നി. കാക്ക കുരുവി ചേച്ചിയുടെ വീട്ടിൽ പോയി എന്നിട്ട് കതകിൽ മുട്ടി. കുരുവി ചേച്ചി വാതിൽ തുറക്കൂ, പുറത്ത് നല്ല തണുപ്പുണ്ട്. കുരുവി ചേച്ചി പറഞ്ഞു, അവിടെ നിൽക്കൂ കാക്കച്ചേട്ടാ, ഞാൻ എന്റെ കുട്ടിയെ കുളിപ്പിക്കുകയാണ്. കാക്കച്ചേട്ടൻ കുറച്ചു നേരം നിന്നു. എന്നിട്ട് വീണ്ടും കതകിൽ മുട്ടി. കുരുവി ചേച്ചി വാതിൽ തുറക്കൂ, നല്ല മഴയുണ്ട്, എനിക്ക് തണുത്ത് വിറക്കുന്നു. മഴയല്ലേ, അപ്പോൾ എല്ലാവർക്കും തണുക്കില്ലേ? കുരുവി ചേച്ചി പറഞ്ഞു, കുറച്ചു നേരം നിൽക്കൂ കാക്കച്ചേട്ടാ, ഞാൻ എന്റെ കുട്ടിയെ തുണിയുടുപ്പിക്കുകയാണ്. കാക്കച്ചേട്ടൻ കുറച്ചു നേരം നിന്നു. കാക്കച്ചേട്ടൻ പറഞ്ഞു, കുരുവി ചേച്ചി വാതിൽ തുറക്കൂ, എനിക്ക് തണുത്ത് വിറക്കുന്നു. കുരുവി ചേച്ചി പറഞ്ഞു, കുറച്ചു നേരം നിൽക്കൂ കാക്കച്ചേട്ടാ, ഞാൻ എന്റെ കുട്ടിയെ പൊട്ടു തൊടിപ്പിക്കുകയാണ്. കാക്കച്ചേട്ടൻ കുറച്ചു നേരം നിന്നു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, കുരുവി ചേച്ചി വാതിൽ തുറക്കൂ, നല്ല മഴ, എനിക്ക് തണുത്ത് വിറക്കുന്നു. കുരുവി ചേച്ചി വാതിൽ തുറന്നു. എന്നിട്ട് കാക്കച്ചേട്ടൻ അകത്തേക്ക് പോയി. കുരുവി ചേച്ചി പറഞ്ഞു, കാക്കച്ചേട്ടൻ എന്റെ കുട്ടിയെ നോക്കണം, ഞാൻ കുളിച്ചിട്ട് വരാം. കാക്കച്ചേട്ടൻ സമ്മതിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുരുവി ചേച്ചി കുളിക്കാൻ പോയി. പിന്നെ കാക്കച്ചേട്ടന് നല്ല പായസത്തിന്റെ മണം. എല്ലാവർക്കും പായസം ഇഷ്ടമല്ലേ? അതേപോലെ തന്നെ കാക്കച്ചേട്ടനും പായസം ഇഷ്ടമാണ്. കാക്കച്ചേട്ടൻ പതുക്കെ അടുക്കളയിലേക്ക് നടന്നു പോയി. കാക്കച്ചേട്ടൻ ഒരു വലിയ പാത്രത്തിൽ പായസം കണ്ടു. കാക്കച്ചേട്ടൻ അത് കുടിക്കാൻ ആരംഭിച്ചു. അത് കുടിച്ചു കഴിയാറായപ്പോൾ കുരുവി ചേച്ചി കുളിച്ചു വന്നു. എന്നിട്ട് കാക്കച്ചേട്ടൻ ഉറങ്ങിയതുപോലെ അഭിനയിക്കാൻ പോയി. അപ്പോൾ കുരുവി ചേച്ചി പതുങ്ങി നിന്ന് ഒളിച്ചു. എന്നിട്ട് കുരുവി ചേച്ചി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വന്ന് അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് കാക്കച്ചേട്ടനോട് ചോദിച്ചു, കാക്കച്ചേട്ടാ, ചൂട് ദോശ വേണോ തണുത്ത ദോശ വേണോ? കാക്കച്ചേട്ടൻ പറഞ്ഞു, എനിക്ക് നല്ല ചൂട് ദോശ വേണം. അപ്പോൾ കുരുവി ചേച്ചി ഒരു ഓലയിൽ തീയുമാക്കി കാക്കച്ചേട്ടന്റെ വാതിൽ കൊളുത്തി. എന്നിട്ട് കാക്കച്ചേട്ടൻ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോഷ്ടിച്ചാൽ ശിക്ഷ കിട്ടും. ഇതോടെ എന്റെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.